ജാനകി ആനക്കാട്ടിൽ വീട്ടിനുള്ളിലേക്ക് കയറി. അവളെയും കാത്ത് ചന്ദ്രശേഖരൻ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവളെ കണ്ടതും അദ്ദേഹം സന്തോഷത്തോടെ അവളെ വീട്ടിനുള്ളിലേക്ക് കയറ്റി. വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവരും ഇവൾ ആരാണെന്ന സംശയത്തിൽ ജാനകിയെയും ചന്ദ്രശേഖരനെയും നോക്കി. അത് കണ്ട് അവളെ അവിടെയുള്ള എല്ലാവർക്കും അയാൾ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ചുമോളുടെ കാര്യം, പേര് കാർത്തിക. അതും പറഞ്ഞുകൊണ്ട് തൻ്റെ രണ്ടാമത്തെ മകനായ ജയരാമൻ്റെ മകൾ കാവ്യയെ നോക്കി ചന്ദ്രശേഖരൻ പറഞ്ഞു, കാവ്യ മോളെ, ഈ കുട്ടിയെ നിന്റെ റൂമിലേക്ക് കൊണ്ടുപോക്കോ. അത് കേട്ട് കാവ്യ ജാനകിയെയും കൂട്ടി അവളുടെ മുറിയിലേക്ക് പോയി. ജാനകി പെട്ടെന്ന് തന്നെ അവിടെയുള്ളവരുമായി കമ്പനിയായി. വിക്രമനൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തന്നെ ആ വീട്ടിലുണ്ടായിരുന്നു. വിക്രമൻ പലപ്പോഴും താമസിച്ചാണ് വീട്ടിലേക്ക് വരാറ്, ചിലപ്പോഴോ വരാറുമില്ല. അന്നേ ദിവസം രാത്രി ജാനകിയുടെ കുക്കിംഗ് ആയിരുന്നു. ആരെയും ഒന്നും ഉണ്ടാക്കാൻ സമ്മതിക്കാതെ അവൾ തന്നെ എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടാക്കി. ജാനകി അടക്കം സ്ത്രീകളെല്ലാവരും ഫുഡ് ഐറ്റംസ് എല്ലാം ഡൈനിങ് ടേബിളിൽ നിരത്തി. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിച്ചു. എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഡൈനിങ് ടേബിളിൽ നിരത്തിയ വിഭവങ്ങൾ കണ്ട് ആശ്ചര്യപ്പെട്ടു. കാരണം അത്രയും വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എല്ലാ ആണുങ്ങളും ഫുഡ് കഴിക്കാനിരുന്നു, പെണ്ണുങ്ങൾ വിളമ്പാനും. അപ്പോൾ താൻ ഉണ്ടാക്കിയ മെയിൻ ഐറ്റം അവിടെ വെക്കാത്തത് കൊണ്ട് ജാനകി പെട്ടെന്ന് പറഞ്ഞു, അയ്യോ ഒരൈറ്റം മറന്നു. അതും പറഞ്ഞുകൊണ്ട് ജാനകി അടുക്കളയിലേക്ക് പോയി. അവൾ അടുക്കളയിലേക്ക് പോയതും വിക്രമൻ അകത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. വിക്രമനെ കണ്ടതും ചന്ദ്രശേഖരൻ അവനെ വിളിച്ചു, എടാ വിക്രമ, വാടാ, വന്ന് ഭക്ഷണം കഴിക്കടാ. അത് കേട്ടതും അവൻ കൈ കഴുകി ഡൈനിങ് ടേബിളിലിരുന്നു. അവിടെ കുറേ ഫുഡ് ഐറ്റംസ് കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. അതേ കൗതുകത്തോടെ തന്നെ അവൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നെന്താ വല്ല വിശേഷമുണ്ടോ? അതെന്താടാ? ജയരാജിൻ്റെ ഭാര്യ ലക്ഷ്മി ചോദിച്ചു. ഒന്നുമില്ല, ഇത്രയും ഐറ്റംസ് കണ്ടപ്പോൾ ചോദിച്ചതാ. അതും പറഞ്ഞുകൊണ്ട് ഒരു ചപ്പാത്തി എടുത്ത് പ്ലേറ്റിലിട്ടു. അത് ഒരു ചെറിയ പീസ് കഴിച്ചു. അത് കഴിച്ചതും അവൻ്റെ മുഖം ഒന്നുകൂടി വിടർന്നു. നല്ല രുചി. ഇതാരുണ്ടാക്കിയതാ? അത് കാർത്തിക ചേച്ചിയാ, കാവ്യ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിക്രമൻ അതാരാണ് എന്ന ഭാവത്തിൽ അവളെ നോക്കി. കാർത്തിക എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൊച്ചുമകളാണ്, കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാണ്. ചന്ദ്രശേഖരനാണ് മറുപടി പറഞ്ഞത്. അത്ര ദിവസമെങ്കിലും നല്ല ഫുഡ് കഴിക്കാമല്ലോ, വിക്രമൻ പറഞ്ഞു. നീ മനസ്സ് വെച്ച ജീവിതകാലം മുഴുവൻ നല്ല ഫുഡ് കഴിക്കാം, ചന്ദ്രശേഖരൻ ആത്മകഥം പറഞ്ഞു. ഇതുകൂടി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. അതും പറഞ്ഞുകൊണ്ട് അപ്പോൾ ജാനകി അടുക്കളയിൽ നിന്ന് വന്നു. പെട്ടെന്ന് അവിടെ ജാനകിയെ കണ്ടതും വിക്രമൻ പെട്ടെന്ന് ഞെട്ടി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നീയോ? അതേ ഞെട്ടലോടെ അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. അവൻ്റെ ഞെട്ടലും മുഖത്തെ ഭാവവും കണ്ട് കാവ്യ സംശയത്തോടെ ചോദിച്ചു, ഏട്ടന് കാർത്തിക ചേച്ചിയെ നേരത്തെ അറിയാമോ? ഇല്ല. അത് കേട്ട് അവൻ പെട്ടെന്ന് മുഖഭാവം മാറ്റി മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. ജാനകി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് താൻ ഉണ്ടാക്കിയ മീൻ പൊള്ളിച്ചത് കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചു. എന്നിട്ട് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. വിക്രമൻ്റെ അടുത്തെത്തിയതും അവൾ ആ മീനെടുത്ത് അവൻ്റെ പാത്രത്തിൽ വെച്ചുകൊണ്ട് കാവ്യയെ നോക്കി ചോദിച്ചു, ഇതാരാ? അയ്യോ പറയാൻ മറന്നു, ഇതാ ഞാൻ പറഞ്ഞ വിക്രമേട്ടൻ. ജാനകി വിക്രമനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവനെ വിഷ് ചെയ്തു. അവനും ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് അവളെയും വിഷ് ചെയ്തു. രാത്രി എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും അവൻ ഉറങ്ങാൻ പറ്റിയില്ല. അവൻ പെട്ടെന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. കാവ്യയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. എന്നിട്ട് ജനലിലൂടെ ജാനകിയെ പതിയെ വിളിച്ചു നോക്കി. പക്ഷേ അവൾ എഴുന്നേറ്റില്ല. എന്ന് കണ്ട അവൻ അവിടെ കണ്ട ഒരു ചെറിയ കല്ലെടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞു. പക്ഷേ അത് നേരെ ചെന്ന് വീണത് കാവ്യയുടെ മേലെയായിരുന്നു. കാവ്യ പെട്ടെന്ന് എഴുന്നേറ്റ് അത് കണ്ടതും വിക്രമൻ മറഞ്ഞു നിന്നു. ചുറ്റുപാടും ആരെയും കാണാത്തതുകൊണ്ട് അവൾ വീണ്ടും കിടന്നു. അവൾ കിടന്നതും വിക്രമൻ വീണ്ടും ഒരു കല്ലെടുത്ത് ജാനകിയെ ലക്ഷ്യം വെച്ചെറിഞ്ഞു. ഇത്തവണ അത് ജാനകിയുടെ മേലെ തന്നെ വീണു. അവൾ ഉണർന്ന് ചുറ്റുപാട് നോക്കുന്നത് കണ്ട് അവൻ അവളെ കൈകാട്ടി വിളിച്ച് ടെറസിലേക്ക് വരാൻ പറഞ്ഞു. എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്?
ടെറസിൽ നിന്നുകൊണ്ട് വിക്രമൻ ജാനകിയോട് ചോദിച്ചു. അതെന്ത് ചോദ്യമാ? ഒരു പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൾ നിൽക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലല്ലേ? ജാനകി പുഞ്ചിരിയോടെ തമാശ രൂപത്തിൽ പറഞ്ഞു. ഭർത്താവോ? ആര്? താൻ തന്നെ. ഏത് വകയില്? അത് കേട്ട് ജാനകി തൻ്റെ കഴുത്തിലെ താലിയെടുത്ത് പുറത്തേക്ക് കാണിച്ചു പറഞ്ഞു. എൻ്റെ കഴുത്തിലെ ഇത് കെട്ടിയ വകയിൽ. അതുകൊണ്ടായിരിക്കും മുത്തച്ഛൻ്റെ കൂടെ ചേർന്ന് കള്ളപ്പേരിൽ ഇവിടെ കയറി പറ്റിയത്. ആണെന്ന് തന്നെ കൂട്ടിക്കോ. ഈ ജാനകി ആരാണെന്ന് താൻ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. താൻ തന്നെ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കും. നോക്കിക്കോ, നമുക്ക് കാണാം. വിക്രമനും വിട്ടുകൊടുത്തില്ല. അതും പറഞ്ഞുകൊണ്ട് വിക്രമൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയി. ഇതെല്ലാം കാവ്യ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അവൾ ഉറങ്ങിയിരുന്നില്ല. ഒരു സംശയം തോന്നി അവരുടെ പുറകെ വന്നതാണ് കാവ്യ. വിക്രമൻ പോയതും കാവ്യ ജാനകിയുടെ അടുത്തേക്ക് വന്നു. കാവ്യയെ അവിടെ കണ്ടതും ജാനകി ഞെട്ടി. കാവ്യയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ അവൾക്ക് എല്ലാം കേട്ടെന്ന് ജാനകിക്ക് മനസ്സിലായി. കാവ്യ ജാനകിയുടെ അടുത്ത് വന്ന് അവളോട് ചോദിച്ചു, ഞാൻ കേട്ടതെല്ലാം സത്യമാണോ? കാർത്തിക അല്ല, ജാനകി. ജാനകിക്ക് കാവ്യ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് മനസ്സിലായി. ജാനകി അവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട ശേഷം കാവ്യ ജാനകിയോട് പറഞ്ഞു, ഇനി ഈ ലക്ഷ്യത്തിന് ഞാനും ഉണ്ടാവും കൂട്ട്, ജാനകി ചേച്ചി. അതും പറഞ്ഞുകൊണ്ട് കാവ്യ ജാനകിയെ ഇറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് എത്ര സന്തോഷമാണെന്ന് അറിയാമോ? ഇനി ചേച്ചി എപ്പോഴും ഇവിടെ തന്നെ കാണുമല്ലോ. അത് കേട്ട് ജാനകി കാവ്യയെ തിരികെ പുണർന്നുകൊണ്ട് പറഞ്ഞു, അതിന് നിന്റെ ഏട്ടൻ സമ്മതിക്കണ്ടേ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ, കാവ്യ സന്തോഷത്തോടെ പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് മുറിയിലേക്ക് പോയി. പിറ്റേ ദിവസം ഹാളിൽ ചന്ദ്രശേഖരൻ മാത്രം ഇരുന്ന് പത്രം വായിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് കാവ്യ പുഞ്ചിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. കാവ്യയെ കണ്ട് അദ്ദേഹം പത്രം മടക്കി വെച്ചുകൊണ്ട് കാവ്യയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, മുത്തച്ഛൻ്റെ കുറുമ്പത്തി ഇന്ന് നേരത്തെ എഴുന്നേറ്റോ? ഞാൻ കുറുമ്പത്തിയാണെങ്കിലേ മുത്തച്ഛൻ വില്ലൻ. കാവ്യ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ചന്ദ്രശേഖരൻ അവളെ സംശയത്തോടെ നോക്കി പറഞ്ഞു, വില്ലനോ? അതെ, കൊച്ചുമകൻ്റെ പെണ്ണിനെ ആരും അറിയാതെ ഇവിടെ കയറ്റി താമസിപ്പിച്ചില്ലേ? അതും കേട്ട് ചന്ദ്രശേഖരൻ ഞെട്ടലോടെ കാവ്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. അല്ല, ഇതെങ്ങനെ നീ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു, ഇനി ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അത് കേട്ട് ചന്ദ്രശേഖരൻ പുഞ്ചിരിയോടെ അവളെ നോക്കി. അപ്പോൾ അങ്ങോട്ടേക്ക് ജാനകിയും വന്നു. അവരുടെ കൂടെ ഇരുന്നു. അതേസമയം വിക്രമൻ പുറത്തേക്ക് പോവാൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നി കാവ്യ എഴുന്നേറ്റ് വിക്രമനെ വിളിച്ചു. വിക്രമേട്ടാ, ഞങ്ങളെ ഇന്നൊന്ന് ഷോപ്പിങ്ങിന് കൊണ്ടാകാമോ? എനിക്കൊന്നും വയ്യ, എനിക്ക് ഇന്ന് തോട്ടത്തിൽ പണിയുണ്ട്. ജോലി നാളെ ചെയ്താലും പോരെ, പ്ലീസ് ചേട്ടാ. അവസാനം ഒരു വഴിയുമില്ലാതെ വിക്രമൻ ഷോപ്പിങ്ങിന് പോകാൻ സമ്മതിച്ചു. പക്ഷേ അത് കേട്ടതും ചങ്കിടിച്ചത് ജാനകിയുടേതായിരുന്നു. കാരണം അവൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ അവളെ അറിയുന്ന ആരെങ്കിലും അവളെ തിരിച്ചറിയുമോ എന്നുള്ള പേടിയായിരുന്നു. ഇനി എന്താകും? ജാനകി വിക്രമനോടൊപ്പം ഷോപ്പിങ്ങിന് പോകുമോ? ഷോപ്പിങ്ങിന് പോയാൽ തന്നെ അവളെ അറിയുന്ന ആരെങ്കിലും അവൾ കാണുമോ? അങ്ങനെ കണ്ടാൽ എന്താകും ജാനകിയുടെ അവസ്ഥ?